നമസ്കാരം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്, അല്ലെങ്കിൽ ഞാൻ തരുവാൻ ഉദ്ദേശിച്ച ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ തിയറി ടെസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു, തിയറി എക്സാമിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, എന്തായാലും തിയറി എക്സാമിൽ പാസ്സാകാനായിട്ട് സാധിച്ചു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ ഫാക്ടർ ആയിരുന്നു. എൻ്റെ റിസൾട്ട് അതെങ്ങനെയാണെന്നുള്ളത്, അത് മൊബൈലിൽ വരുമെന്ന് പറഞ്ഞാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോളായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് നോർമലി. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷനകത്ത് തന്നെയാണ് നമുക്ക് എൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ പറ്റിയത്. റിസൾട്ട് അറിയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ അതിൻ്റെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യുവർ തിയറി ടെസ്റ്റ് റിസൾട്ട് പെർസെൻറ്റേജ് ലെവലിലായിരിക്കും. ഓക്കെ, അതിന് 83% ഒരു സ്കോർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയത്. അപ്പോൾ അത് ആ ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം പുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് ബേസിൽ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്ന അപ്പോയിൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് അടുത്ത ലെവലെന്ന് വെച്ചാൽ എന്തായാലും തിയറി എക്സാം പാസ്സായ സ്ഥിതിക്ക് അടുത്ത ലെവലിലേക്കുള്ള ഡേറ്റ് ഷെഡ്യൂളായിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂളായത് അടുത്ത ലെവലെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിരുന്നു. പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഓക്കെ, അത് കുറച്ച് പാർക്കിങ്ങിൻ്റെ കുറച്ച് ട്രെയിനിങ് ആണ് അവർ തരുന്നത്. ഒരു 3 ലെവൽ പാർക്കിങ് കാണിക്കുന്നുണ്ട്. അത് പാരലൽ പാർക്കിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 90 ഡിഗ്രി പാർക്കിങ്, പിന്നെ റിവേഴ്സ് പാർക്കിങ്. ഇങ്ങനെ ഒരു 3 ടൈപ്പിലുള്ള ഒരു പാർക്കിങ്ങിൻ്റെതാണ് മെയിനായിട്ട് അവർ ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിട്ട് തരുന്നത്. എനിവേ, എന്തായാലും അതും രസകരമായിരുന്നു. ഒക്കെ ഒരു 2 മണിക്കൂർ ഒരു ദിവസത്തിൽ ആകെ നമുക്ക് അഡ്വാൻസ് ലെവലുകാർക്ക് കിട്ടുന്നത് ഒരു ദിവസത്തിലാകെ 2 മണിക്കൂർ മാത്രമാണ് ടോട്ടലി കിട്ടുന്നത്. 2 മണിക്കൂർ ട്രെയിനിങ് മാത്രമാണ്. എനിവേ, എന്തായാലും നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ വണ്ടി ഓടിക്കും, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റിലാണ് നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് ചെല്ലുന്നത്. എനിവേ, ചെന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് നമുക്ക് വണ്ടി തന്നു. അവർ കൂടെ ഉണ്ടായിരുന്നു. വണ്ടി എടുത്ത് നമ്മളെ കൊണ്ട് മൂവ് ചെയ്തോളാൻ പറഞ്ഞു. പോയ വഴിക്ക് അവർ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ പാർക്കിങ്ങിൻ്റെ ഒരു ലൊക്കേഷനിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ നിർത്തിക്കോളാം. അത് ട്രെയിനറുടെ ഓരോരോ ട്രെയിനർമാർ തരുന്ന രീതികളുടെ വ്യത്യാസമാണോന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇനിയുള്ളവരും ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു മുൻധാരണ ഇതേക്കുറിച്ചിട്ടുണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അപ്പം ഇവർ അഡ്വാൻസ് ആയിട്ട് നമ്മളോട് പറയുന്നില്ല നമ്മൾ ഇന്ന പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. മീൻസ് ഇപ്പോൾ റിവേഴ്സ് ആണോ, അല്ലെങ്കിൽ 90 ഡിഗ്രി സ്ട്രേറ്റ് പാർക്കിങ്ങിലേക്കാണോ, അതിന് പാരലൽ പാർക്കിംഗ് ആണോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഇവർ നമ്മളോട് പറയുന്നില്ല ഒരു വിധത്തിൽ. ഓക്കെ, ഇവർ ജസ്റ്റ് നമ്മളോട് പറഞ്ഞു ഓക്കെ വണ്ടി മൂവ് ചെയ്തോളം പറഞ്ഞു. മൂവ് ചെയ്ത് പോയി ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്ക്, മീൻസ് ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു സ്ലോട്ട് കണ്ടപ്പോഴത്തേക്ക് നല്ല സ്ലോട്ടുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരുന്നു അവിടെ. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അവർ നിർത്തിക്കോളാൻ പറഞ്ഞു, വണ്ടി സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറഞ്ഞു ഓക്കെ ജസ്റ്റ് റിവേഴ്സ് എടുത്തോളുക. റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് അവർ 1-2 ഈ പറഞ്ഞ പോലെ കുറച്ച് കോണുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ട്രാഫിക് കോണുകളുണ്ടല്ലോ. ഓക്കെ, നാട്ടിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പിയൊക്കെ കുത്തി വെച്ചിട്ടായിരിക്കും നമ്മൾ എഡ്ജുകൾ കാണാനായിട്ടൊക്കെ വെക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ട്രാഫിക് കോണുകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാഫിക് കോണുകളിൽ 1-2 കോണുകൾ ഓക്കെ അവർ പറഞ്ഞു ഓക്കെ അവിടെ വരുമ്പോഴത്തേക്ക് വിശദമായിട്ടല്ല പറഞ്ഞു, നമ്മൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവർ പറയും ഓക്കെ സ്റ്റോപ്പ്. ആ ഒരു കോണിൻ്റെ ഒരു പൊസിഷൻ എത്തുമ്പോഴത്തേക്ക് അവർ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ജസ്റ്റ് പറയും ഓക്കെ അതവിടെ അങ്ങനെ കാണണം. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവ്മെൻറ്റ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത പോയിന്റ് ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു തരും. 1 ടൈമേ അവർ പറയുന്നുള്ളൂ. അതാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ലെവലുകാർക്ക് മാത്രമായിട്ടുള്ളൊരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളിലെല്ലാം നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവരെ പറഞ്ഞ ഡയറക്ഷനിലെല്ലാം വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും അവസാനമാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇവർ ഏത് പൊസിഷനിലേക്കുള്ള പാർക്കിംഗ് ആണ് നമ്മൾക്ക് മനസ്സിലാക്കി തന്നെന്നുള്ളത്. മീൻസ് വണ്ടി നിന്ന് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അത് റിവേഴ്സ് പാർക്കിംഗ് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ടോട്ടലി എനിക്ക് തോന്നുന്നു ഈ ഒരു 2 സെക്കൻഡിനുള്ളിൽ ഈ സംഗതികൾ കഴിയും. ഇവർ പറഞ്ഞ ഒരു രീതികളനുസരിച്ചിട്ട് നമ്മളിത് വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പാർക്കിംഗ് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്കതൊന്നും റീതിങ്ക് ചെയ്യാനായിട്ടുള്ള ടൈം അവിടെ കിട്ടുന്നില്ല. ഓക്കെ, അയ്യോ അവരെന്താണ് പറഞ്ഞത്, ഏതൊരു മെഷർമെൻ്റ് ആണ് അവർ പറഞ്ഞത്, നമുക്ക് ഇത് റീതിങ്ക് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല ടൈം.
ഉടനെ തന്നെ നമ്മൾ അടുത്ത സ്ഥലത്ത് അടുത്ത പാർക്കിങ്ങിലേക്ക് പോവുകയായിരുന്നു. അടുത്ത പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിപ്പം പാരലൽ പാർക്കിംഗ് ആവാം. അതും ഈ പറയുന്ന പോലെ ഇവർ പറയുന്നില്ല അത് ഏത് പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നതെന്നൊന്നും നമ്മളോട് പറയുന്നില്ല അവർ. ഒരു പക്ഷേങ്കിൽ മറ്റ് ലെവലുകളിലുള്ളവർക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അവർ കൊടുക്കുന്നുണ്ടായിരിക്കും, ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ടായിരിക്കും, ഇന്ന ഒരു മെഷർമെൻറ്റിൽ ചെയ്യുക എന്നുള്ളത്. എനിവേ എന്തായാലും ഈ പറഞ്ഞതുപോലെ 3 പാർക്കിങ്ങുകളും അവർ ഒരു എനിക്ക് എൻ്റെ ഒരു സമയം ഞാൻ നോട്ട് ചെയ്തിരുന്നു. നോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈം ടു എൻഡിങ് ടൈം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ടോട്ടലി നമുക്ക് കിട്ടിയ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 10 minutes ആണ്. അപ്പോൾ റിയലി നമ്മുടെ എക്സ്പെക്ടേഷൻസ് അവിടെ തകർന്നു. 2 മണിക്കൂർ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് പോയ ഒരു ട്രെയിനിങ് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് അവർ നമ്മളെ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ 3 പാർക്കിങ്ങുകളിൽ ഒരു 1 ടൈം കയറ്റി ഇറക്കി വിട്ടു. ഓക്കെ, അപ്പം ജസ്റ്റ് അവർ ആ പറഞ്ഞു തന്ന മെത്തേഡ് നമുക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ അത് ഡിഫിക്കൽട്ടായിരിക്കും. കാര്യം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ റിയലി ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ അന്നേരം നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റണം. അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ അഡ്വാൻസ് ലെവലിൽ വരുന്നവർക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് 2 മണിക്കൂർ ട്രെയിനിങ് ഒക്കെ അവർ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവൈലബിൾ ആകുന്നത് 10 മിനിറ്റത്തെ അല്ലെങ്കിൽ 15 മിനിറ്റത്തെ ഒരു ടൈം മാത്രമായിരിക്കും ഇവർ ട്രെയിനിങ് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിലിരുന്നിട്ടും നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊരു ഇതില്ല, മീൻസ് ഒരു 2 മണിക്കൂർ ട്രെയിനിങ് കിട്ടുന്നു എന്ന് പറയുന്നതുകൊണ്ടും നമുക്കൊരു ഒരു ഗുണം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അഡ്വാൻസ് ലെവലിൽ കിട്ടുന്നവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് മെയിനായിട്ട്. ഫസ്റ്റ് ടൈം തന്നെ അവരെ പറഞ്ഞു തരുന്ന ഒരു എൻ്റെ അനുഭവം ഞാൻ പറയുന്നു, ഒറ്റത്തവണ അവർ പറഞ്ഞു തന്നിട്ടുള്ളൂ. അത് പിന്നീട് എനിക്കത് മനസ്സിലാവാതെ വന്നിട്ട് ഞാനത് സെക്കൻഡ് ടൈം അവർക്ക് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടൈമോ അല്ലെങ്കിൽ ഒരു അവസരം അവർ തരുന്നില്ല. ഓക്കെ, കഴിഞ്ഞു പോയിക്കോളാനാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം എനിക്കറിയാം ആ ഒരു സംഗതി കിട്ടിയതിലൂടെ മാത്രം നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞല്ലോ, ടോട്ടലി ബ്ലാങ്ക് ഔട്ടാണ്. ഈ 3 പാർക്കിങ് ഈ നിമിഷ നേരം കൊണ്ട് ഇവർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ശരി കഴിഞ്ഞു പോയിക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്കത് കാര്യങ്ങൾ ഓക്കെ ഇതായി, നമ്മളെ മൂഡോഫായി ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഒരു ട്രെയിനിങ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ മാറി നിന്ന് ഞാനത് ചെക്ക് ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഈ പറഞ്ഞതുപോലെ ഒരു ബിഗിനർ ആണെന്ന് തോന്നുന്നില്ല, ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പുള്ളിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു പ്രോപ്പറായിട്ടുള്ള. അപ്പം പുള്ളി ചെയ്ത ഓരോ ഭാഗങ്ങളും വെച്ച് ഞാനിങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. പുള്ളി ചെയ്യുന്ന ഭാഗം ഞാൻ മാറി നിന്ന് ഞാൻ നോക്കിക്കൊണ്ട് നിന്നു. അപ്പം പുള്ളി ചെയ്യുന്ന ഭാഗങ്ങളും ആ സമയങ്ങളും എല്ലാം വരുമ്പോഴത്തേക്കും മറ്റേ ട്രെയിനർ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഞാൻ മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ട്രെയിനർ പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു എൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇപ്പം ഈ ഒരു ഇനിയിപ്പം ഓക്കെ ഫൈനൽ ടെസ്റ്റിൽ നമുക്കറിയാം എന്താവും എന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ അഡ്വാൻസ് ലെവലിൽ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും വേണമെങ്കിൽ ഒരു പക്ഷേങ്കിൽ ബിഗിനർ സ്റ്റേജ് അല്ല, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ കിട്ടിയാൽ പോലും തോന്നുന്നു. കാരണം കുറച്ച് നല്ലൊരു ട്രെയിനിങ് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസത്തെ ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇനിയിപ്പം അറിയില്ല, ഇനിയിപ്പം ഫൈനൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. ഫൈനൽ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താകും എങ്ങനെയാകും എന്നുള്ളത്. ഒരു വിശ്വാസമുണ്ട്, ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മെഷർമെൻറ്റുകളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ എന്തായാലും ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത തവണത്തേക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമസ്കാരം, താങ്ക് യു.